ടോപ്പ് എൻഡ് എല്ലാവരും കാണിക്കും, ബേസ് മോഡിൽ ഞാൻ കാണിക്കാം. ഓക്കെ, ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈഫ് ടൈം വാറണ്ടിയാണ് ബാറ്ററിക്ക്. ഓക്കെ, മാരുതി സുസുക്കി പറഞ്ഞു ഇന്ത്യ ഗോസ് ഇലക്ട്രിക് എന്ന്, ടാറ്റ പറഞ്ഞു ഇന്ത്യ ഓൾറെഡി ഇലക്ട്രിക് എന്ന്. 9,69,000 രൂപ വിത്ത് ബാറ്ററി, 6,49,000 രൂപ വിത്തൗട്ട് ബാറ്ററി, 3 രൂപ താഴെ പെർ കിലോമീറ്റർ റെന്റും. ഇത് പുതിയ 5GB ആണ്. ഇതെന്താണ് ഫ്ലിപ്പ് കീ, ഇതിനകത്ത് എന്താ ബട്ടണും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, അതൊരു സ്മാർട്ട് കീ അല്ലോ തോന്നണ്ട. ഞാനിരിക്കുന്നത് ആ പറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന എക്സാക്ട്ലി സെയിം വേരിയന്റിലാണ്, ബേസ് മോഡലാണ്. മുൻവശത്ത് ആ മീശ ഇല്ല ഇപ്പോൾ, അതാണ് പ്രത്യേകത. ഈ മോഡലിൽ ഇത് അകത്തുനിന്ന് തുറക്കുക, തുറന്നു കഴിയുമ്പോൾ DC ചാർജിങ് കാണാം. ഓക്കെ, ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി ആണ് ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൽ 30 kWh ബാറ്ററിയാണ്, 335 km ആണ് C75ന്റെ ആ ഒരു റേഞ്ച്. ഇതാണ് ബേസ് മോഡലിലെ ലൈറ്റ്, ഫോഗ്ലാമ്പില്ല. ഈ ചുറ്റപ്പെട്ട് കിടക്കുന്ന ക്ലാഡിങ്ങിന്റെ കളറേ ബ്ലാക്ക് അല്ലാട്ടാ, അത് ഗ്രേ ആണ്. ഇവിടെ മിറർ തന്നെയാണ് ഇൻഡിക്കേറ്റർ. പിന്നെ സ്റ്റീൽ വീൽസ്, 15 ഇഞ്ച് വീൽ കപ്പ്. പിന്നിൽ ഡിസ്ക് അല്ല, ഡ്രം ആണ് ബ്രേക്ക്. പഞ്ചിൽ കണ്ട അതേ ലൈറ്റിംഗ് ആണ് 5GBയിലും. 5GBയിൽ സ്പെയർ വീൽ ഇല്ല, ടൂളൊക്കെ കാണാം, പഞ്ചർ കിറ്റും കാണാം. ഗ്ലാസ് ഇത്രേ താഴൂ, പിന്നെ സ്റ്റോറേജ് സ്പേസുകളുണ്ട്. ഇതാണ് പവർ വിൻഡോയുടെ സ്വിച്ച്. ഈ ബാക്ക് സീറ്റ് നോക്കിയേ, ഇതാണ് ഫാബ്രിക് അപ്പോൾസ്റ്ററി ബേസ് മോഡലിന്റെ. ഇതിന് 3 സീറ്റ് ബെൽറ്റ്, ഹെഡ് റെസ്റ്റ് ഒക്കെ കാണാം. ലെഗ് സ്പേസിലൊന്നും മാറ്റൊന്നുമില്ല, സീറ്റിന് പോക്കറ്റ് ഇല്ല. ഡാഷ്ബോർഡ്, സ്റ്റിയറിംഗ് വീല് ബേസ് മോഡലിന്റെ കീ ഇട്ട് വേണം ഓൺ ആക്കാനായിട്ട്. ഇതാണ് ഇതിന്റെ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റിയറിംഗിൽ നമുക്ക് മീഡിയ കൺട്രോൾസ് കാണാം. ഇവിടെ ക്രൂസ് കൺട്രോൾ ഇല്ല, സ്റ്റാക്ക് എല്ലാം സെയിം തന്നെയാണ്. പാഡ് ഷിഫ്റ്റ് റീജൻ ആണ്. ഈ ചെറിയ സ്ക്രീൻ കൗതുകാട്ടോ, ചെറിയ സ്ക്രീൻ ആണെങ്കിലും അതിനകത്ത് കാര്യങ്ങളൊക്കെ കൊള്ളാം. അതായത് അത്യാവശ്യം റെസ്പോൺസീവ്, അത്യാവശ്യം ഡീറ്റെയിൽഡ് സ്ക്രീനാണ്. ടോപ്പ് എൻഡ് വലിയ സ്ക്രീൻ, ബേസ് മോഡലിന് ചെറിയ സ്ക്രീൻ. പാർക്ക് അസിസ്റ്റ്, ഹൈവ ക്യാമറ ഉണ്ടോ, 360 ക്യാമറ ടോപ്പ് എൻഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ആപ്പിൾ കാർപ്ലേ ഒക്കെ വയർലെസ് ആണ്. ഗ്രേ ആണ് കൂടുതൽ. ഈ ഡാഷ്ബോർഡിൻ്റെ മുകളിൽ ഫിനിഷ് എല്ലാം ഗ്രേ ആണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഗ്ലോ ബോക്സ് കാണാം, അതും ഗ്രേ ആണ്. പിന്നെ ഇവിടെ AC പാനൽ വന്നിട്ടുണ്ട്. AC മൊത്തത്തിൽ മാറിയെന്ന് പറയുന്നത്. ഡ്രൈവിൽ ഞാൻ കൂടുതലായിട്ട് പറയാം. ജവൽ നോബ്, പിന്നെ സ്പോർട്ട് അല്ലെങ്കിൽ ഈക്കോ മോഡുകൾ, പാർക്ക് ബ്രേക്ക് ഇലക്ട്രിക്, ഓട്ടോ ഹോൾഡ്. പിന്നെ അതാ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്, 2 കപ്പ് ഹോൾഡർ, ഇവിടെ ഒരു കോയിൻ ഹോൾഡർ പോലുള്ള ഭാഗം, ഇവിടെ 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ്, ഇതാ ഈ പോർട്ടുകളൊക്കെ കാണാം. ഇത് ബേസ് മോഡലായിരിക്കാം, പക്ഷേ ടിൽറ്റ് സ്റ്റിയറിംഗ് ഉണ്ട് കടാ. ഈ കീറിങ്ങിന് ചുറ്റുമുള്ള ലൈറ്റും കാണാൻ ഭംഗിയുള്ളതാണ്. സംഭവം 6,49,000 രൂപയ്ക്ക് BAAS കൂടി കിട്ടുന്ന വണ്ടിക്ക് ഫ്രങ്ക് ഉണ്ട്.